ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് വളരെ മനോഹരമായ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആദ്യം ഇവിടെ ചുറ്റിനും കൂട്ടുകാരെ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ലങ്ക വാലി എന്നാണ് പേര്. അധികം നാളായിട്ടില്ല ഓപ്പണായിട്ട്. അപ്പോൾ ഈ ലങ്ക വാലി റിസോർട്ടിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുള്ള സമയം മുതൽക്ക് ഞങ്ങൾക്കുള്ളൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പം ഹോസ്പിറ്റൽ സ്റ്റാഫുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരിടത്തും പോകാൻ കഴിയില്ല. ലീവും ഒക്കെ ഒരുമിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരുമിച്ച് ഒരിടത്തും പോകാനായിട്ട് കഴിയില്ല. ഇതിപ്പം ഞങ്ങൾ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ, ഭരണിക്കാവിൽ ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോകുന്ന വഴിക്ക് ഒരു ഈവനിങ് ടൈമിൽ ഞങ്ങൾ കയറിയതാണ് കേട്ടോ. വളരെ നല്ല ഒരു ഗാലറി സ്പേസ് തന്നെ അവിടെ ഉണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ തലേന്നും സേവ് ദ ഡേറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടും അതുപോലൊരു ആംബിയൻസാണ് അവിടെ കേട്ടോ. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അവിടെ റിസോർട്ടിൻ്റെ സൈഡിലായിട്ട് ശാസ്താംകോട്ട ലേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഒരു കൂളിംഗ് എഫക്റ്റാണ്. എപ്പോഴും നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് സ്റ്റേ ചെയ്യുന്നവരൊക്കെ ഈവനിങ് ടൈമിലൊക്കെ വന്ന് ആ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ആ ഒരു ഫീലിങ്സ് മനസ്സിലായി കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലീസായിട്ടൊക്കെ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാനൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. കല്യാണത്തിന് പോകുന്ന വഴിയായിരുന്നു കയറിയത് കേട്ടോ. തിരിച്ച് വരുമ്പോൾ പിന്നെ ഒരുപാട് സന്ധ്യയാവും, എല്ലാവർക്കും വീട്ടിലൊക്കെ പോകേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം കയറിയുടെ എല്ലാം കണ്ടു. ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, അത് ഒരു നമ്മൾ വന്ന് കാണണം എങ്കിലേ നമുക്കറിയാൻ പറ്റും കേട്ടോ. അവിടുത്തെ ആ ഒരു കുളിർമേകിയ ആ ഒരു അന്തരീക്ഷം, വളരെ നല്ല സ്പേസുള്ള ഒരുപാട് സ്പേസുണ്ട് കേട്ടോ. ഇത് കൂടാതെ തന്നെ ബാക്കിലോട്ടൊക്കെ ഒരുപാട് വർക്കുകൾ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഓപ്പണായിട്ട് അധികം നാളായിട്ടില്ല എന്ന്. അപ്പം സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഉള്ള ഫുഡൊക്കെ നല്ല ചൂടോടുകൂടി അവർ ഉണ്ടാക്കി തരും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പെരുവേലിൽ കര പുന്നമൂട് ശാസ്താംകോട്ട അങ്ങ് വരെ പോകേണ്ട, പുന്നമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ലഭിക്കും. അപ്പം കണ്ടില്ലേ ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കാമൻ ക്വയറ്റാണെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഒരു ബഹളം ഒന്നുമില്ലാത്ത നല്ല ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോട്ടോഷൂട്ട് എന്ത് നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ഇമേജസ് ആണെന്നറിയോ ഞങ്ങൾക്ക് കിട്ടിയത്. അത്രയ്ക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഞങ്ങൾ ഒരുപാട് സ്റ്റിൽസ് എടുത്തു. നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ച് വയ്ക്കാൻ ഈ സ്റ്റിൽസൊക്കെ അല്ലേ കാണൂ. അപ്പോൾ എല്ലാവരും പറ്റുന്നത് പോലെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. കൊല്ലം ജില്ലയിലുള്ളവർക്കൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വന്ന് സ്റ്റേ ചെയ്യുക. അപ്പം എന്താണ്, കുറേ കൂടിയൊക്കെ സന്ധ്യയായി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.